ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഢാബ സ്റ്റൈൽ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടിപ്പിക്കൽ നമ്മളുടെ സിമ്പിൾ ദാൽ തടുക്ക. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. വൈറ്റ് റൈസിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ടേസ്റ്റിയാണ്. പഞ്ചാബി ഢാബകളിലൊക്കെ കിട്ടുന്നൊരു ദാൽ തടുക്ക. ചനാ ദാല് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചു, നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ സാധാരണ നോർത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദാൽ തടുക്കയിൽ കുറച്ച് നമ്മളുടെ തോരപ്പരിപ്പ്, അതായത് സാമ്പാർ ദാലിടും, കുറച്ച് നമ്മളുടെ റെഡ് കളറിലുള്ള മസൂർ ദാല്. കൂടുതൽ ഗുണങ്ങളുള്ള, ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പരിപ്പ്, നമ്മൾ കഴിക്കേണ്ട ഒരു ദാൽ ഐറ്റമാണ് നമ്മളുടെ ഈ റെഡ് കളറിലുള്ള ലെൻറ്റിൽസ്. ഓക്കെ, ഇതിന് മസൂർ ദാൽ എന്ന് പറയും. ഇത് നമുക്ക് വോളായിട്ടും കിട്ടും, കറുത്ത കളറിൽ അതിൻ്റെ സ്കിന്നോട് കൂടി. ചിൽക്കയായിട്ടുള്ള നമുക്ക് മസൂർ ദാൽ കിട്ടും. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലി മസൂർ കി ദാലിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കുക്കർ എടുക്കുക. കുക്കറിലോട്ട് നമുക്ക് ഇത് ദാൽ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വെച്ചിരിക്കുകയാണ്. ഈ സാമ്പാർ ദാലും ഈ മസൂർ ദാലും വെള്ളത്തിൽ അരമണിക്കൂറൊന്നും ഇടണ്ട, ജസ്റ്റ് കഴുകി എടുത്താൽ മതി. ഈ ചനാ ദാൽ മാത്രം നമ്മൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. നമുക്കിതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ദാൽ എത്രയുണ്ടോ ദാലിന് മുകളിൽ നിൽക്കത്തക്കോണം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, അപ്പം ഈ ചനാ ദാലിന് കുറച്ച് വെള്ളം ആകുമല്ലോ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, അളിഞ്ഞു കുഴഞ്ഞു പോകരുത്. ചനാ ദാലിന് മാത്രമേ ഇത് കുറച്ച് വേവുള്ളൂ, മറ്റു രണ്ട് ദാലിനും അധികം വേവില്ലല്ലോ. ഒരു ലിറ്റിൽ ബിറ്റ് മഞ്ഞളിട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, നമ്മൾ കറി വെക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നേരത്തെ ദാൽ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ, സാമ്പാർ വെക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് വേകാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്ന പരിപ്പിൽ. നമ്മൾ ഈ കുക്കർ അടച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടപ്പിൽ കൂടെ ഇതിൽ തിളച്ച് തൂകും. അങ്ങനെ തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിന് മുകളിലോട്ട് തിളച്ച് തൂകാതിരിക്കാൻ വേണ്ടി കൂടി. റെസ്റ്റോറൻറ്റ്സിലൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്മെല്ലിന് വേണ്ടി ഒരല്പം ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് ഇടാറുണ്ട്. ഞാൻ അങ്ങനെ ഇടുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ ഇഞ്ചിയൊക്കെ ഓൾറെഡി ഇനിയിപ്പോൾ ആഡ് ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചിട്ട് കാര്യമില്ല. 3 തൊട്ട് 4 വിസിൽസ് മീഡിയം ഫ്ലെയിമിൽ, ഒരുപാട് അങ്ങ് അളിഞ്ഞു പോകരുത്. ഇതൊരു 3. അപ്പോൾ നമ്മളുടെ ദാല് വേവിക്കാൻ വെച്ചു. ദാല് വെന്തു. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെച്ചു. അടുക്ക ചെയ്യാനായിട്ട് വേണ്ട ഐറ്റംസുകൾ ഒരുപാടൊന്നും വേണ്ട. ഇതിൽ കാണുമ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ടെന്നൊന്നും തോന്നരുത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ടി കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. വെളുത്തുള്ളി നമ്മൾ നല്ലതുപോലെ യൂസ് ചെയ്യുക. ഈ ദാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് വായുവിൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലംസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി ഈ ദാൽ ഫ്രൈയിൽ ആഡ് ചെയ്യുന്നത്. 2-3 പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഫ്രഷ് കോറിയൻഡർ ലീവ്സ് മല്ലിയില, ഒരു ഹാഫ് ലെമൺ, നാരങ്ങ. ലെമൺ ജ്യൂസ് ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്യുന്നത് ഓപ്ഷണലാണ്. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഢാബ സ്റ്റൈല് ദാൽ ഫ്രൈ ഉണ്ടാക്കുമായതുകൊണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ ഫ്രൈയിൽ ഒരല്പം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാറുണ്ട് ലാസ്റ്റിൽ. അതുകൊണ്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. നമ്മൾക്ക് കടുക് വറക്കാനായിട്ട് അതിൻ്റെ തടുക്ക ഒന്ന് താളിച്ചൊഴിക്കാനായിട്ട് വേണ്ടത് ഒരു 3-4 സാബത്ത് വോൾ റെഡ് ചില്ലി, ചുവന്ന മുളക്, വറ്റൽമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം. പിന്നെ നമുക്കിതിന് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല. ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾക്കിതിന് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ദാൽ ഇവിടെ വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദാൽ വേവുകയും ചെയ്തു. ഒരല്പം കടിക്കാനിടയ്ക്കുണ്ട്. അതായത് ഒരുപാട് അങ്ങ് മാഷ് ആക്കരുത്. ഇത് നമ്മളിപ്പോൾ സവാളയെല്ലാം വഴണ്ട് വരത്തില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കുറച്ച് നേരം നമ്മൾ വേവിക്കുമല്ലോ. അപ്പോൾ ബാക്കിയും കൂടെ അങ്ങ് നമുക്ക് ഉടഞ്ഞു കിട്ടിക്കൂടെ. അല്ലാതെ ചീനച്ചട്ടിയും നെയ്യും ചൂടായി 1 ടേബിൾ സ്പൂണ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാൻ കേട്ടോ. റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വെളിച്ചെണ്ണയ്ക്ക് മണമുണ്ടല്ലോ, ആ മണം ദാൽ ഫ്രൈക്ക് വരുന്നത് ശരിയല്ല. നമുക്ക് ഈ ജീരകമാങ്ങ പൊട്ടിക്കാം ആദ്യം.
ജീരകം ഡാബയിലൊക്കെ ആണെങ്കിൽ ലാസ്റ്റിൽ കടുക് താളിക്കുന്ന സമയത്തും പൊട്ടിക്കാറുണ്ട്. ഞാൻ അന്നേരം പൊട്ടിക്കുന്നില്ല, ഇപ്പം തന്നെ അങ്ങ് ഇടുകയാണ് കംപ്ലീറ്റ് കേട്ടോ. കാരണം നമ്മളുടെ ജീരകം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരും. ജീരകം ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. ഒരു മിനിറ്റൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴറ്റിയിട്ടുണ്ട്. ഒരല്പം മഞ്ഞളിട്ട് കൊടുക്കുക, കുറച്ച് റെഡ് ചില്ലി ഇട്ട് കൊടുക്കുക, ഒരു അര ടീസ്പൂണൊക്കെ റെഡ് ചില്ലി ഇട്ടാൽ മതി. നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ കേട്ടോ. പിഞ്ച് ഓഫ് ഗരം മസാല, നോട്ട് മോർ ദാൻ ദാറ്റ്. റെസ്റ്റോറൻറ്റ്സിൽ ഉണ്ടാക്കുന്ന ദാൽ ഫ്രൈയിൽ അവർ ഒരല്പം മല്ലി കൂടെ ആഡ് ചെയ്യാറുണ്ട്, ഒരു ശകലം, ഒരു അര ടീസ്പൂണൊക്കെ. ഞാൻ ആ മല്ലി ഇവിടെ സ്കിപ്പ് ചെയ്യുകയാണ്, കാരണം നമ്മൾ ദാൽ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ദാൽ ഫ്രൈയിൽ എനിക്ക് മല്ലിയുടെ സ്മെല്ല് ഇഷ്ടമല്ല. ഇതൊന്ന് പച്ചമണം മാറി ഒരു 1 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്താൽ മതി. മസാല ആഡ് ചെയ്യുമ്പോഴും ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്യുക. ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. അതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ടാണ്. തക്കാളി നമ്മളൊരല്പം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഒരു 2 മിനിറ്റ് അല്ലെ ഒരു 3 മിനിറ്റ് ഒന്ന് തക്കാളി വഴണ്ടി വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. അപ്പോൾ സവാള എല്ലാം നല്ലതുപോലെ വഴറ്റിട്ടുണ്ട്, നല്ലതുപോലെ വെന്തു. സവാളയും ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ ഒന്ന് ഇതായി. നമുക്ക് നമ്മളുടെ ദാല് വേവിച്ച് വെച്ചിരിക്കുന്ന ദാല് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. നമ്മൾ സവാളയിലും ടൊമാറ്റോയിലും ഒക്കെ ഉപ്പ് ചേർത്തു. ദാല് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വെച്ചത്. അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. ഈ 2 സമയങ്ങളിലും നമ്മൾ ഉപ്പ് ചേർക്കുന്നത് വളരെ മിനിമലായിട്ട് ചേർക്കാവൂ, ഒത്തിരി ചേർത്ത് ഇതാക്കരുത്. ഉപ്പൊക്കെ പെർഫെക്റ്റ് ആണ്. അടച്ചു വെച്ച് ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കി വേവാനുള്ളതൊന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ ദാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പം നമ്മളൊരു 7-8 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാമെങ്കിൽ അത് നമുക്കൊന്ന് നല്ലതുപോലെ ഒരല്പം കൂടെ ഒന്ന് തിക്കായി കിട്ടുകയും ചെയ്യും, ആവശ്യത്തിന് വെന്ത് കിട്ടും. ഈ ദാല് നല്ലപോലെ വേവണം കേട്ടോ. ഈ കാണുന്ന പോലെയല്ല, ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നമുക്ക് ആവശ്യമുള്ളത്ര ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമെന്നേ ഉള്ളൂ ചെറുതായിട്ട്, പക്ഷെ വേവാതിരിക്കരുത്. അപ്പം നമ്മുടെ ദാൽ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എത്രയും ആവശ്യമുണ്ടോ തിക്ക് ഗ്രേവി കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഞാൻ ഒത്തിരി അങ്ങ് തിക്കായിട്ടില്ല, ഒത്തിരി അങ്ങ് തണുത്തില്ല. നമുക്കിതിലോട്ട് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കാം, ഒരല്പം ലെമൺ ജ്യൂസ് പിന്നെ നിർബന്ധമില്ല, പക്ഷേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ഹാഫ് ലെമൺ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ്. അപ്പം നമ്മുടെ ദാൽ ഫ്രൈ അടിപൊളി കിടു ദാൽ ഫ്രൈ ആണ്. ഇനി നമുക്കിനി ഇതിന് ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് തടുക്ക ചെയ്യണം. ഓക്കെ, അത് ഞാനിവിടെ ഒരു തടുക്ക പാൻ വെച്ചിട്ടുണ്ട്. തടുക്ക പാനിലോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മൾ നേരത്തെ 2 ടീസ്പൂൺ നെയ്യ് യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഓക്കെ, ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഒന്ന് പൊക്കി വെച്ചിട്ട് വേണമെന്ന് കുലുക്കാൻ. തീ കയറി പിടിക്കരുത്, ചെറിയ പാനല്ലേ, അപ്പം അതിലോട്ട് തീ കയറി പിടിച്ചാൽ അറിയില്ല. ഒന്ന് ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ പാനിൽ തടുക്ക ചെയ്യാനായിട്ട്. ഗ്യാസ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ഈ മുളക് കരിഞ്ഞു പോകും. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക.
അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ദാൽ തടുക്ക ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് അത് ഇടത്തില്ലേ, നെയ്യ് ഒഴിക്കത്തില്ലേ, അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടി. ഗ്യാസ് ഓഫാണ്, ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇത് ചെയ്യരുത്, മുളകെല്ലാം കരിഞ്ഞു പോകും. ഓക്കെ, നമുക്കിനി അതിലോട്ട് ഇതിലും നല്ല ദാൽ ഫ്രൈ ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ധനിയ കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. തടുക്ക അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ആ റെഡ് ചില്ലി നമ്മൾ ആഡ് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു കളറ് പുറത്തിങ്ങനെ വരും. അപ്പോൾ ഇന്നെല്ലാവർക്കും നമ്മളുടെ ഈ വളരെ ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദാൽ തടുക്ക ഇഷ്ടമായി എന്ന് കരുതുന്നു. വൈറ്റ് റൈസ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻസ് ബോക്സിൽ തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. വൈറ്റ് റൈസ്, ഇതിൻ്റെ കൂടെ വൈറ്റ് റൈസ് ആണ് നല്ലത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് റൈസാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഗാർലിക് അച്ചാർ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. കയ്പില്ലാത്ത പാവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇതും ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ടേസ്റ്റി ഡിലീഷ്യസ് ദാൽ ഫ്രൈ, ഇതാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. വൈറ്റ് റൈസ്, നമ്മളുടെ വെളുത്തുള്ളി അച്ചാർ, ആഹാ, ദിവസം തൈര് കൂടി ആയാൽ കുശാല അല്ലേ.